വൃട്ടുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 കീഴിൽ സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 കീഴിൽ ഹൈക്കോടതികൾക്കും റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത്തരത്തിൽ 5 റിട്ടുകളാണുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെഷ്യോററി, കോ വാറണ്ടോ. ഇതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പാർലമെൻറ്റ് ആർട്ടിക്കിൾ 32 കീഴിൽ മറ്റ് കോടതികൾക്കും റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം കൊടുക്കാമെന്നുള്ളത്. എന്നാൽ ഇതുവരെ അങ്ങനെ മറ്റ് കോടതികൾക്കൊന്നും റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റ് കൊടുത്തിട്ടില്ല. റിട്ടിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഹൈക്കോടതികളും സുപ്രീം കോടതികളും മാത്രമേ ഇത് ഇഷ്യൂ ചെയ്യാറുള്ളൂ. മുൻപായിരുന്നുവെങ്കിൽ 1950കളുടെ സമയത്ത് കൽക്കട്ട, ബോംബെ, മദ്രാസ് ഹൈക്കോടതി, ഈ 3 ഹൈക്കോടതികൾക്ക് മാത്രമായിരുന്നു റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നത്. പിന്നീട് ആർട്ടിക്കിൾ 226 പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ ഹൈക്കോടതികൾക്കും റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ലഭിക്കുകയാണ് ചെയ്തത്. നമ്മൾ നമ്മുടെ രാജ്യത്ത് റിട്ട് എന്ന ആശയം കടമെടുത്തത് ഇംഗ്ലീഷ് ലോയിൽ നിന്നുമാണ്. അവിടെ ഇത് അറിയപ്പെടുന്നത് പ്രെറോഗേറ്റീവ് റിട്ടുകൾ എന്നാണ്. അങ്ങനെ ഇതിന് വിളിക്കുവാനുള്ള കാരണം, ബ്രിട്ടൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജസ്റ്റിസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ രാജാവിനെയാണ്. അത് മുൻപും ആയിക്കോട്ടെ ഇപ്പോഴും ആയിക്കോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള രാജാവിൻ്റെ പ്രെറോഗേറ്റീവ് ആയിട്ടുള്ള പവർ എക്സസൈസ് ചെയ്യാനായിരുന്നു റിട്ടുകൾ ഇഷ്യൂ ചെയ്തിരുന്നത്. പിന്നീട് ബ്രിട്ടനിലെ ജനങ്ങളുടെ അവരുടെ അവകാശങ്ങളും ലിബർട്ടിയും ഒക്കെ അപ്ഹോൾഡ് ചെയ്യുവാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഓർഡിനറി റെമഡി എന്ന നിലയിലാണ് ഈ റിട്ടുകളെ അവിടുത്തെ ഹൈക്കോടതി പുറപ്പെടുവിപ്പിക്കാൻ വേണ്ടി പിന്നീട് തുടങ്ങുന്നത്. നമുക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ റൈറ്റ്സും ലിബർട്ടിയും അപ്ഹോൾഡ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി റെമഡി ആയിട്ടാണ് നമ്മൾ റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ പറ്റുമെങ്കിലും ഇവരുടെ റിട്ടുകളുടെ ജൂറിസ്ഡിക്ഷൻ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായിട്ടും 3 വ്യത്യാസങ്ങളാണുള്ളത്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത്, സുപ്രീം കോടതിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ റിട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹൈക്കോടതിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ അല്ലാത്ത പർപ്പസിന് വേണ്ടിയും റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുവാണെങ്കിൽ ഓർഡിനറി ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് ഹൈക്കോടതിക്ക് സാധിക്കും. എന്നാൽ സുപ്രീം കോടതിക്ക് അത് സാധിക്കുകയില്ല. സുപ്രീം കോടതിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റുകളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രമേ റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയും റിട്ട് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ടെറിട്ടറിയാണ്. സുപ്രീം കോടതിക്ക് ഇന്ത്യൻ ടെറിട്ടറിയിൽ എവിടത്തെ ഉള്ള കാര്യമാണെങ്കിലും റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഹൈക്കോടതികൾക്ക് അതാത് ഹൈക്കോടതികളുടെ ജൂറിസ്ഡിക്ഷനുള്ളിൽ വരുന്ന ഭാഗങ്ങളിലുള്ള കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമതായിട്ടുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന സമയത്ത് സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതുകൊണ്ട് തന്നെ ആ റിട്ട് ജൂറിസ്ഡിക്ഷൻ എക്സൈസ് ചെയ്യുന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഒരിക്കലും അത് നിരസിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ ഹൈക്കോടതിക്ക് ഇതൊരിക്കലും അങ്ങനെയല്ല. ഇത് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാത്തതുകൊണ്ട് അത് അവരുടെ ഡിസ്ക്രിഷണറി ആയിട്ടുള്ള പവറാണ്. വേണമെങ്കിൽ ഹൈക്കോടതിക്ക് റെഫ്യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതുമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിനെ ഇവിടുത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗ്യാരണ്ടിയറും ഡിഫൻഡറുമായിട്ടാണ് ഈ ഒരു നിയമത്തിലൂടെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 വ്യത്യാസങ്ങളാണ് ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയുടെയും പവേഴ്സ് തമ്മിൽ വരുന്നത്. ഇനി നമുക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്ന റിട്ടുകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും 5 റിട്ടുകളാണുള്ളത്. അതിൽ ആദ്യത്തെ റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ടേമാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ഹാവ് ദ ബോഡി എന്നാണ്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി തടഞ്ഞു വെക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് പുറപ്പെടുവിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരാൾ മറ്റൊരു വ്യക്തിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിയോട് തടഞ്ഞു വെച്ചിരിക്കുന്ന ആളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇദ്ദേഹം തടഞ്ഞു വെക്കുന്നതിൻ്റെ കാരണവും ലീഗാലിറ്റിയുമൊക്കെ കോടതി പരിശോധിക്കും. അങ്ങനെ പരിശോധനകൾ നടത്തുന്ന സമയത്ത് ഇല്ലീഗലാണെങ്കിൽ ആ തടഞ്ഞു വെക്കുന്ന വ്യക്തിയെ ഫ്രീ ആയിട്ട് വിടാൻ കോടതി തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കും, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ടുള്ള ഡിറ്റൻഷനെതിരെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഇൻഡിവിജ്വൽ ലിബർട്ടി കിട്ടുന്ന അവസരമാണ് ഹേബിയസ് കോർപ്പസ് എന്നുള്ളത്. ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് പബ്ലിക് അതോറിറ്റിക്കെതിരെയും
പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ റിട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കാത്തത് എന്നും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഈ ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ലോഫുൾ ആണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമത് ഒരു കോടതിയോ ലെജിസ്ലേച്ചറിനെയൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള റിട്ട് പുറപ്പെടുവിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഇപ്പോൾ ഒരു കോടതിയാണ് ഒരു വ്യക്തിയെ ഡിറ്റൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കാം. അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റിട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് മൂന്നാമതായിട്ട് പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത് ഒരു കോടതിയുടെ ജൂറിസ്ഡിക്ഷന് പുറത്താണ് ഈ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലും റിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 4 കാര്യങ്ങളിലാണ് ഹേബിയസ് കോർപ്പസുമായിട്ട് ബന്ധപ്പെട്ട് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിലവിലുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഈ മാൻഡമസിനെ നമ്മളൊരു മാഷിനോട് ഉപമിച്ചാൽ മതി. നമ്മുടെ മാഷന്മാരെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്തില്ലേ, നമ്മുടെ അടുത്ത് ആജ്ഞാപിക്കും, നിങ്ങൾ ഈ വർക്ക് നാളെ ചെയ്തിട്ട് വന്നോ, ഹോം വർക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറയത്തില്ലേ. അപ്പോൾ ആ ഒരു ലോജിക്കിൽ മാൻഡമസ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് വീക്ക് കമാൻഡ് എന്നാണ്. ഇതൊരു ആജ്ഞയാണ്. ഓക്കെ, ഒരു കോടതി ഒരു പബ്ലിക് ഒഫീഷ്യലിനെതിരെ പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് ഒഫീഷ്യൽ ജോലി ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യാൻ വിസമ്മതിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കോടതിക്ക് മാൻഡമസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണമെന്ന് ആജ്ഞാപിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഒരു പബ്ലിക് ബോഡിക്കെതിരെ, കോർപ്പറേഷനെതിരെ, ഒരു ഇൻഫീരിയർ കോർട്ടിനെതിരെ, ഒരു ട്രിബ്യൂണലിനെതിരെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെതിരെയൊക്കെ ഇഷ്യൂ ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നതാണ്. അവരോട് അവരുടെ ജോലി ചെയ്യാൻ ആജ്ഞാപിക്കുന്ന റിട്ടാണ് നമ്മൾ പറയുന്ന മാൻഡമസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കാത്തതെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് ഇത് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമതായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫോഴ്സ് ഒന്നുമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഇൻസ്ട്രക്ഷൻസ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ഒരിക്കലും മാൻഡമസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. മൂന്നാമതായിട്ട് ഒരു പബ്ലിക് ഓഫീസറുടെ ഡ്യൂട്ടി ഡിസ്ക്രിഷണറി ആണെങ്കിൽ അതിന് മേലെ മാൻഡമസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പവർ എന്ന് പറയുന്നത് ഡിസ്ക്രിഷണറി പവറാണ്. ഓക്കെ, അതിന് മേലെ മാൻഡമസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് മൂന്നാമതായിട്ട് പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത് ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ എൻഫോഴ്സ് ചെയ്യുവാനായിട്ട് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നാണ്. കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കരാർ ബാധ്യത നടപ്പിലാക്കുക, അതിൻ്റെ മേലെ മാൻഡമസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് നാലാമതായിട്ട് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് സ്റ്റേറ്റ് ഗവർണേഴ്സിനെതിരെയും റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് അഞ്ചാമതായിട്ട് പറയുന്നത്. ആറാമതായിട്ട് പറയുന്നത് ഒരു ജുഡീഷ്യൽ കപ്പാസിറ്റിയിലിരിക്കുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മേലെ മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നാണ്. ഓർക്കണം, ഹൈക്കോടതി ജഡ്ജികളുടെ മേലെ മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും, പക്ഷേ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മേലെ മാൻഡമസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്നാൽ ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ടു ഫോർബിഡ് എന്നാണ്, അതായത് വിലക്കുക. ഇത് ഉയർന്ന കോടതികൾ, ലോവർ കോടതികളെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിന് എതിരായിട്ട് ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അവർ അവരുടെ ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വരുന്ന സമയത്താണ് പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യുന്നത്. മുൻപ് പറഞ്ഞ മാൻഡമസ് എന്തായിരുന്നു? നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ്. ഇതെപ്പോഴും ഒരു ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യലായിട്ടുള്ള ബോഡിക്കെതിരെ മാത്രമേ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് ബോഡിക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ ഒരിക്കലും നമ്മുടെ പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന റിട്ടാണ് സെഷ്യോററി. ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ് എന്നാണ്. ഈ സെഷ്യോററി എപ്പോഴും ഒരു ഹൈക്കോടതി കീഴ്ക്കോടതികളെ അല്ലെങ്കിൽ ഒരു ട്രിബ്യൂണലിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. ഒന്നല്ലെങ്കിൽ കീഴ്ക്കോടതികളിൽ ഇരിക്കുന്ന ഒരു കേസ് ഹൈക്കോടതികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ലോവർ കോർട്ട് ഇട്ട ഒരു ഉത്തരവ് ഇല്ലാണ്ടാക്കുന്നതിനോ ആണ് ഈ ഒരു റിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ ഒരു ലോയുടെ എറർ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ, അതുമല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ കഴിഞ്ഞ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യുക. ഇത്തരത്തിലുള്ള ഗ്രൗണ്ട്സിലാണ് ഈ ഒരു റിട്ട് സാധാരണയായിട്ട് ഇഷ്യൂ ചെയ്യാറുള്ളത്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള റിട്ടായിരുന്നു. എന്നാൽ സെഷ്യോററി എന്ന് പറയുന്നത്
പ്രിവെൻറ്റീവുമാണ്, ആ സമയത്ത് തന്നെ ക്യൂറേറ്റീവുമാണ്. പ്രതിരോധിക്കുകയും ചെയ്യും. ആ കൂടെ തന്നെ ഹൈക്കോടതികളിലേക്ക് ഹൈക്കോടതി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ഹയർ കോർട്ട് എന്നാണ് കേട്ടോ. ഹയർ കോർട്ടുകളിലേക്ക് പോയിട്ട് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ പ്രിവെൻറ്റീവും ക്യൂറേറ്റീവും എന്ന് പറയുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞ പ്രൊഹിബിഷൻ പോലെ തന്നെ സെർഷ്യോറി ഒരു ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിക്കെതിരെ മാത്രമായിരുന്നു ഉപയോഗിക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ 1991 സുപ്രീം കോടതിയുടെ റൂളിംഗ് വന്നു, സെർഷ്യോറി എന്ന റിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിക്ക് എതിരെയും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതെപ്പോഴാണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ റൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കേസുകളിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിക്ക് എതിരെ സെർഷ്യോറി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് നമ്മൾ നേരത്തെ പഠിച്ച പ്രൊഹിബിഷനകത്ത് ഉള്ളതുപോലെ തന്നെ സെർഷ്യോറിയിൽ ഒരു ലെജിസ്ലേറ്റീവ് ബോഡിക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോഡിക്കെതിരെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങളത് ഓർത്ത് വെക്കണം. ഇനി നമ്മൾ അവസാനമായിട്ട് നോക്കുന്ന റിട്ട് എന്ന് പറയുന്നതാണ് കോ വാറൻറ്റോ. അപ്പോൾ വാറൻറ്റോ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ബൈ വാട്ട് അതോറിറ്റി ഓർ വാറൻറ്റ് എന്നുള്ളതാണ്. അതായത് എന്ത് വാറൻ്റാണ് നിങ്ങൾക്ക് ഈ പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്കുള്ള അധികാരം എന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. ഇപ്പോൾ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു വ്യക്തി ഒരു പബ്ലിക് ഓഫീസ് ക്ലെയിം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീഗാലിറ്റി എൻക്വയറി ചെയ്യാനായിട്ട് കോടതി കോ വാറൻറ്റ് എന്ന റിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു പബ്ലിക് ഓഫീസ് കയ്യേറുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള റിട്ടാണ് കോ വാറൻറ്റോ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ ഒരു റിട്ട് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ അധികാരത്തിലൂടെ ക്രിയേറ്റ് ചെയ്ത ഓഫീസുകളുടെ കാര്യത്തിൽ മാത്രമേ അയക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഓഫീസ്, ഇനി അതോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്റീരിയൽ ഓഫീസിൻ്റെ കാര്യത്തിലൊന്നും ഈ റിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ മുൻപ് പറഞ്ഞ 4 റിട്ടുകൾ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും വയലേഷൻ നടക്കുന്ന സമയത്ത് പ്രശ്നം നേരിടുന്ന വ്യക്തിയാണ് ഇത് ആവശ്യപ്പെടുന്നത്. എന്നാൽ 5ാമത്തെ റിട്ടായിട്ടുള്ള കോ വാറൻറ്റോ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇത് സമർപ്പിക്കാവുന്നതാണ്. അതായത് ഒരു പബ്ലിക് ഓഫീസുണ്ട്, അവിടെ ഏതെങ്കിലും തോന്നിയ പോലെ ഒരു വ്യക്തി കയറിയിരിക്കുകയാണ്, അയാൾ അതിന് ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിച്ച് കോ വാറൻറ്റോ വഴി അദ്ദേഹത്തെ പുറത്താക്കാവുന്നതാണ്, അദ്ദേഹം തെറ്റായിട്ടുള്ള രീതിയിലാണ് അവിടെ എത്തിയെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് റിട്ടുകളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ളത്. ഇതോടുകൂടി നമുക്ക് ഏകദേശം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തീരുവാറായിട്ടുണ്ട്. ബാക്കി വരുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ഒരു വളരെ കുഞ്ഞു ചാനലാണ്. അതുപോലെ തന്നെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നല്ലതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ പറയുക കേട്ടോ. ഓക്കെ, താങ്ക്